മധുരച്ചീരയാണേ. അതിൻ്റെ കായാണ്. നമ്മൾ കായും പൂവൊക്കെ ഉപ്പേരിക്ക് എടുക്കും. നമ്മളങ്ങനെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ വന്നിട്ടുള്ളത്. ഇതാ അതിൻ്റെ പൂ. പറിച്ച് വന്നപ്പോഴാണ് നമ്മൾ നല്ല കാന്താരി മുളക് ചുവന്ന് തുടുത്ത് നിൽക്കുന്നത്. പക്ഷികൾ പറിച്ച് പോവുക ചെയ്യുന്നത്. ഇങ്ങനെ പ്രകൃതിയായിട്ടാണെങ്കിൽ പക്ഷികളുടെ സൗണ്ട് രസമല്ലേ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. ചെറിയ അരുവി, ചെറുപുഴ, അവിടുത്തെ സൗണ്ടും ഒക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കും എപ്പോഴും. വേനലായാൽ ഇല്ല കേട്ടോ, വേനലായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റും. എന്തൊരു ഭംഗിയാണ് കാണാൻ. നോക്കൂ, വെച്ചിട്ടതൊന്നും അല്ല. പിന്നെ ഒരു മൽക്കുടി പിടിച്ചതിൻ്റെ ഇടയിൽ ഇതാ ഒരു മരം കാണുന്നുണ്ട്. നമ്മളെ ജാതിക്ക മരങ്ങൾ. ഇവിടെ ജാതിക്ക കൃഷി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എന്താ ചീരക്കായ വെക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പയറും കൂടെ കൂട്ടിയിട്ട് ഉപ്പേരി വെക്കാം. ചീരക്കായ കുറവാണ്, അപ്പോൾ പയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പയറും ഈ ചീരക്കായും കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ സവാള അരിയാം. മൂത്ത പയർ നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ടെടുക്കാം. അതുകൊണ്ട് പിഞ്ചും മൂത്തതും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ല മൂത്തതിൻ്റെത് നമ്മൾ തോല് കളഞ്ഞിട്ട് കുരു എടുത്തിടും. ഉണ്ടാക്കി നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള ഇട്ട് കൊടുക്കാം. വരണ്ട, അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സുന്ദരി കുട്ടികളൊക്കെ എടുക്കാം. അതെന്താ കാശ്മീർ ആപ്പിൾ പോലെയൊക്കെ ഉണ്ട് സംഭവം. നല്ല പിങ്ക് കളറിൽ വൈറ്റ് കളറിലൊക്കെ കിടക്കുന്ന ഈ സുന്ദരിമാരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കാന്താരി മുളകും ഉണ്ട് കേട്ടോ. കൂടെ ചുറ്റിയാക്കി. അപ്പം നമ്മുടെ മധുരച്ചീരൻ്റെ കായാണ്. അത് നമ്മൾ പിങ്ക് കളറൊക്കെ മാറി വയലറ്റ് കളറിനോട് പഠിച്ചാവുന്നൊരു കളർ. വരവാണ് ചൂടൊക്കെ